സാർ, ഞങ്ങളുടെ ലോയറിനെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം വരുന്നതുവരെയെങ്കിലും വേദാന്തിനൊന്ന് പുറത്തിരുത്തിക്കൂടെ? എന്താ സാർ ഇതൊക്കെ? നോക്ക്, ജഡ്ജി വന്നാൽ പോലും ഒരു കുറ്റവാളി എന്തിനാണ് അകത്തിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കില്ല. കാരണം എന്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് സർ. അതെല്ലാം ശരിയാ സാർ, പക്ഷെ റിയാലിറ്റി വ്യത്യാസമില്ലേ? വേദാന്ത് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ യാതൊരു സാധ്യതയില്ല. അറ്റ്ലീസ്റ്റ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സമയം തരായിരുന്നില്ലേ? നോക്ക്, കംപ്ലൈന്റ് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറഞ്ഞാണ്. നിങ്ങളുടെ വേദാന്തിനോട് ആഹാരം കഴിച്ചോ, വേറെന്തെങ്കിലും കഴിക്കാൻ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് സമാധാനത്തിൽ ആഹാരമൊക്കെ കഴിപ്പിച്ച് കൊണ്ടുവരാനൊന്നും ഞങ്ങൾക്ക് പറ്റുന്ന കാര്യമല്ല. ചിലപ്പോൾ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്താണെങ്കിലോ, തെറ്റായ കംപ്ലൈന്റ് ആണെങ്കിലോ സാർ? അല്ല, പെരുമാറ്റമൊന്നും കണ്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഞങ്ങളെല്ലാം പറയുന്നുണ്ടല്ലോ സാർ, ഞങ്ങൾ ആരും കള്ളം പറഞ്ഞതല്ല. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, കംപ്ലൈന്റ് കളവാണെന്നുള്ളതിനും ഒരു എവിഡൻസും ഇല്ലല്ലോ. അമൂല്യ, ഞാനൊരിക്കലും... എനിക്ക് നിങ്ങളെ വിശ്വാസവേദ. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആരായിരിക്കും ആ പെൺകുട്ടി? എന്തിനായിരിക്കും അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അന്ന് ന്യൂസിൽ വന്ന ആ തട്ടമിട്ട പെണ്ണ് തന്നെ ആയിരിക്കും ഇതും? അവള് തന്നെ ആയിരിക്കുമോ? നോ, അവളായിരിക്കില്ല. അവളൊരിക്കലും എന്നെ അപമാനിച്ച് വിട്ടതല്ലേ. ഇത് പിന്നെ ആരുടെ പണിയായിരിക്കും? വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? അമൂല്യ, ലോയർ വരാൻ കുറച്ച് ലേറ്റ് ആവുന്നു. ലേറ്റോ? ലേറ്റ് എന്ന് വെച്ചാൽ എത്ര സമയം എടുക്കും ചേട്ടാ? ഒരു തെറ്റും ചെയ്യാത്ത വേദാന്തിന് എത്ര സമയം ഇങ്ങനെ? വിളിച്ചു നോക്കിയപ്പോ ട്രാഫിക്കിലാണെന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നെ വിളിച്ചപ്പോഴാണെങ്കിൽ കിട്ടിയതുമില്ല. സർ, എനിക്ക് നിങ്ങളോട് അവസാനമായിട്ട് ഒരു റിക്വസ്റ്റും കൂടി ചെയ്യാനുണ്ട്. അല്ല, നിങ്ങളോട് ആരാ ചെയ്യാൻ പറഞ്ഞത്? സർ, ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വേദാന്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുമാത്രമല്ല സർ, അദ്ദേഹം ഒരു റെസ്പോൺസിബിൾ പൊസിഷനിൽ ഇരിക്കുന്ന ആളാ. അവർക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ട്. പ്ലീസ് അത് വെറുതെ നശിപ്പിക്കല്ലേ സർ. ഇങ്ങനെ ഒരു സംഭവം എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ തീർന്നു. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഇമേജ് അതോടെ തീരില്ലേ? നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ തുടങ്ങിയതാണല്ലോ വളവളാന്ന് സംസാരിക്കാൻ. സരോജേ, സർ, ദയവായിട്ട് ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് കാണ്. ഞാൻ കൈ കൂപ്പി പറയാം, പ്ലീസ് സർ. സരോജ, ആദ്യം ഇവളെ പിടിച്ച് പുറത്താക്കാൻ നോക്ക്. ഇനി ഇവള് കുറച്ചു നേരം കൂടെ ഇവിടെ നിന്നാ എന്റെ ചെവി കടിച്ചു തിന്നും. ഞാൻ പറയുന്ന ഒന്ന് കേക്ക് സർ. മേഡം, മേഡം, സർ പ്ലീസ് സർ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് സർ. അതെ, അവളെ ഇങ്ങോട്ടാ കൊണ്ടുപോകുന്നേ. അവളെ വിട്ടേക്ക്. അവളെ ഉപദ്രവിക്കല്ലേ. അതെ, അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതെ, അവളെ വിടാൻ പറ. അവളെ ഉപദ്രവിക്കലേ പറ. അവളെ ഒന്ന് വിടാൻ പറയടോ. എടോ, ചേട്ടാ, ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ. ഇങ്ങനെയാണോ പെരുമാറുന്നത്? നിങ്ങൾക്ക് ബോധമില്ലേ? കാം ഡൗൺ വിക്രാന്ത്. എന്ത് കാം ഡൗൺ? ചേട്ടൻ ഇങ്ങനെയാണോ അവർ ട്രീറ്റ് ചെയ്തേ? എന്നെ കൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല ചേട്ടാ.
ഇതൊന്നും എനിക്ക് അങ്ങനെ സഹിച്ചിരിക്കാൻ പറ്റില്ല. എടാ വിക്രാന്ത്, വിക്രാന്ത്, സത്യം പറഞ്ഞ ആരും കേൾക്കാൻ റെഡി അല്ലല്ലേ? വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ആരെങ്കിലും ഒക്കെ പറഞ്ഞ് കള്ള കംപ്ലൈന്റ് അല്ലേ വലുത്? ഏയ്, ആവശ്യമില്ലാതെ ഇവിടെ ഒന്നും സംസാരിക്കരുത്. അവൻ എന്തെങ്കിലും സംഭവിച്ച നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവുന്നില്ലേ? എങ്ങനെ ഇരിക്കാൻ പറ്റും? എന്റെ ചേച്ചി അവരുടെ അനിയനെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഞങ്ങൾ എല്ലാവരും ഒരേ ഫാമിലി ആയിട്ട് വെറുതെ നോക്കിയിരിക്കാൻ എങ്ങനെയാ നീ പറ്റുന്നത്? ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ സാറ് വെറുതെ ഇരിക്കുന്നു വിചാരിച്ചോ? ഇതൊന്നും കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നോക്ക്, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. വേദാന്ത് എത്ര നല്ല മനുഷ്യനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം അങ്ങനെ ഒരു തെറ്റ് എന്തായാലും ചെയ്യില്ല. എന്താ കുട്ടി, നീ കണ്ടതുപോലെയാണല്ലോ സംസാരിക്കുന്നത്. നിന്നെ ഒറ്റയ്ക്ക് കിട്ടുമ്പോ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിലോ? ഒരിക്കലും ഇല്ല. അദ്ദേഹത്തിന് സ്ത്രീകളെ ഇഷ്ടമല്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം ഒരു ജെന്റിൽമാനാ. ഒരു പെൺകുട്ടിയായിട്ടും അത്രയ്ക്ക് ഉറപ്പുള്ളോണ്ടാ ഞാൻ ഈ കാര്യം പറയുന്നേ. ആരോ എന്തോ എഴുതി തന്നെന്നും പറഞ്ഞ് അത് നിങ്ങൾ വിശ്വസിച്ചില്ലേ? നല്ലവരെ വിശ്വസിക്കാൻ ആരും ഇല്ലാണ്ടായി പോയല്ലോ. നീ പറയുന്നു അവൻ നല്ലവനാണ്, അവന്റെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ. എന്നിട്ടും അവന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് അവന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന പെണ്ണാണല്ലോ. അതെങ്ങനെ സംഭവിച്ചു? വേദാന്ത്, അമ്മേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ. നിന്നെ എനിക്കറിയാം മോനെ. ഇതാരോ കരുതിക്കൂട്ടി ചെയ്തതാ. നീ പേടിക്കൊന്നും വേണ്ട. എന്താ ഇൻസ്പെക്ടർ ഇതെല്ലാം? എന്റെ ചേട്ടനെ അതും സെക്ഷൽ ഹറാസ്മെന്റ് കംപ്ലൈന്റിന്റെ പേരിൽ പിടിച്ചകത്തിട്ടല്ലോ. ഒന്നും ആലോചിക്കാതെ ഓരോന്നിങ്ങനെ തോന്നിയ പോലെ ചെയ്യണോ? ഏയ്, ഇവിടെ കിടന്ന് ഒച്ച പിടിച്ച് അകത്തിടും ഞാൻ. തോന്നിയതുപോലെ വരുന്നവരൊക്കെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആരോ കംപ്ലൈന്റ് ചെയ്യുന്നു പറഞ്ഞേ നേരെ പിടിച്ചകത്തിടാ. പിന്നെന്താ, മാലയിട്ട് സ്വീകരിക്കണമായിരുന്നോ? വെറുതെ വായി തോന്നി ഇങ്ങനെ വിളിച്ചു പറയത് ഇൻസ്പെക്ടർ. എന്റെ ചേട്ടൻ നല്ലൊരു ബിസിനസ്മാനാ. അവൻ ഇവിടെ തന്നെ കുറെ അധികം ശത്രുക്കളുണ്ട്. അവരാരെങ്കിലും ആയിരിക്കും ചേട്ടനെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കള്ളക്കേസ് കൊടുത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് പറയേണ്ടത് കോടതി വന്ന് പറഞ്ഞാൽ മതി. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നിയമപരമായി ചെയ്യേണ്ടതാണ് ചെയ്തിരിക്കുന്നത്. നോക്ക്, എന്റെ ചേട്ടൻ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് നിങ്ങൾ വലിയ തെറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്റെ ചേട്ടനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. അവൻ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ പെരുമാറുന്നു പറയുമ്പോ തന്നെ അതിനും വലിയ ജോക്ക് ഇവിടെ വേറെ കേൾക്കാനില്ല. എന്റെ ചേട്ടനൊരു ഡിഗ്നിറ്റി ഉണ്ട്. ആഹാ, കൊള്ളാലോ. ചേട്ടനെ പോലെ നീയും തുടങ്ങി. അവന്റെ കൂടെ വന്നവരൊക്കെ വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ തന്നെ ഒരുത്തി വന്ന് എന്റെ ചെവി നിന്നിട്ട് പോയതേ ഉള്ളൂ. നീ അതിനാണ് വന്നത്. വെറുതെ ഇങ്ങനെ നെഗ്ലക്ട് ചെയ്ത് സംസാരിക്കരുത്. വിക്കി, സമാധാനായിട്ടിരിക്കുക. നീ സ്വയം കൺട്രോൾ ചെയ്യുക. സർ, നിങ്ങൾക്ക് കംപ്ലൈന്റ് വന്നിട്ടുണ്ടാവും. പക്ഷെ എന്റെ മകൻ നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ആളാണ്. ഇങ്ങനെ ആക്ഷൻ എടുക്കുന്നതിന് മുൻപ് അതെങ്കിലും ഒന്ന് നോക്കണമായിരുന്നു. ക്ലാരിഫിക്കേഷൻ ചോദിക്കായിരുന്നു. വെറുതെ സംസാരിച്ച് ടൈം വേസ്റ്റ് ആക്കണ്ട. ഞാൻ ലോയറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ ലോയർ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ സെക്ഷൽ ഹരാസ്മെന്റ് കേസിന് ഒരിക്കലും ബെയിൽ കിട്ടില്ലെന്ന് നിങ്ങളുടെ വക്കീലിനറിയാം. ഇതെന്ത് പറ്റി മാഡം? ഫ്ലൈ ഓവറിലൂടെ ബുൾഡോസർ കയറി വരുന്നത് പോലെ ഉണ്ടല്ലോ. എന്ത് പറ്റി മാഡം ഇപ്പോ കയറി വരുന്നേ? സുമേഷേ, നമ്മുടെ ഓഫീസിൽ എത്ര ഫീമെയിൽ എംപ്ലോയീസ് ഉണ്ട് ഇപ്പോ? എന്തിനാ മാഡം? ഒന്ന് പറ സുമേഷേ. നിങ്ങളും ശാരിക മാഡം കൂടെ ചേർന്ന് 6 പേര് മാഡം. എല്ലാവരും നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ജോയിൻ ചെയ്തത്. ഈ ഇടയ്ക്ക് 2 വിക്കറ്റും പോയി. ഇപ്പൊ എല്ലാരും ഇവിടെ തന്നെ ഉണ്ടോ? ഞാൻ ഇന്നിവിടെ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എല്ലാവരും ഇവിടെ ഉണ്ടെന്നാ. സുമേഷേ, നിങ്ങളോട് ചോദിച്ചേ ഇപ്പൊ എല്ലാരും ഇവിടെ തന്നെ ഉണ്ടോന്ന്. എന്താ മാഡം, എന്താ പ്രശ്നം?
ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും ഈ കാര്യം ആരും അറിയാതെ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ എന്തായാലും അതിനെപ്പറ്റി ഒരിക്കലും പറയാൻ പാടില്ല. അമൂല്യ മാഡം എന്താ ആലോചിക്കുന്നേ? എന്താ പറ്റിയെന്ന് പറയും. ഇന്ന് ആരും ഓഫീസിൽ വരാത്തെ? എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു മാഡം. എല്ലാരും വന്നായിരുന്നോ? പക്ഷേ സ്വാതിയും ശാരിക മാഡവും കുറച്ച് നേരത്തെ പോയി മാഡം. ഇൻസ്പെക്ടർ പറയുന്നതൊക്കെ സത്യമാണോ? ബെയിൽ കിട്ടില്ലേ? സോറി മാഡം, ഈ വിഷയത്തിൽ ബെയിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബെയിൽ കിട്ടണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ബട്ട് വൈ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിക്കും അന്യായമല്ലേ? സ്ത്രീകൾക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. കുറ്റവാളി രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ബെയിൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകനും ബെയിൽ കിട്ടില്ല. ചേട്ടൻ അപരാധിയല്ല, ആരോപിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ട് കോടതിയിൽ എന്ന് പറഞ്ഞാൽ മതി. ഇതിന് ഡിസിഷൻ എടുക്കേണ്ട ഞാനല്ല, കോടതിയാണ്. ഇവിടെ നിന്ന് സംസാരിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് പോയി കോടതിയിൽ ഹിയറിംഗ് കിട്ടുമെന്ന് ശ്രമിച്ചു നോക്ക്. ഇതെന്ത് നോൺസെൻസ് ആണ് ഇൻസ്പെക്ടർ? വിക്രാന്ത്, നിങ്ങൾ വെറുതെ നിൽക്ക്. സാറ് പറയുന്നതിലും കാര്യമുണ്ട്. അല്ല, നിങ്ങൾ ഞങ്ങളുടെ ലോയറാണോ അതോ അവരുടെയോ? ഇവര് ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ലോയറാണെന്ന് തോന്നുന്നു. ആരുടെ ഭാഗത്തുള്ള ലോയറാണെങ്കിലും നിയമത്തിനനുസൃതമായി വേണം നിൽക്കാൻ. അങ്ങനെയല്ലേ മിസ്സിസ് സുഹാസിനി മേനോൻ? ഓക്കെ ഫൈൻ. പക്ഷെ എന്റെ മകന്റെ പേരിൽ ആരാ പരാതി തന്നിരിക്കുന്നെന്ന് അറിയാൻ പറ്റില്ലേ? എന്തിനാ? പോയി അവളെ ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും ചെയ്യാമെന്നാണോ? നോ, എന്റെ ക്ലയൻസ് അങ്ങനെയുള്ളവരല്ല. ഐ എം വെരി സോറി വക്കീൽ സാർ. അവൾ കോർട്ടിൽ ഹാജരാകുന്നതുവരെ ഞാൻ അതൊരിക്കലും റിവീൽ ചെയ്യില്ല. സെക്യൂരിറ്റി ഇഷ്യൂ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഞാൻ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഒരിക്കലും റിവീൽ ചെയ്യില്ല. ചേട്ടാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മോനെ. നീ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചേട്ടാ. പക്ഷെ നിന്നോടിങ്ങനെ വെറുപ്പ് വെച്ചിരിക്കുന്ന ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം ഞാൻ പറഞ്ഞതുപോലെ ചെയ്തല്ലോ അല്ലേ? നീ ഓഫീസിലല്ലെന്ന് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അച്ഛന് വയ്യെന്ന് പറഞ്ഞ് 4 ദിവസം ലീവ് എടുക്കണം. മാഡം, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും നീ സംസാരിക്കേണ്ട കാര്യമല്ല. നമുക്ക് വേണ്ടതുപോലെ സഡൻ ആയിട്ട് കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ തെറ്റ് ചെയ്യുകയല്ലാതെ വേറെ വഴിയില്ല. നിന്റെ അച്ഛന്റെ ട്രീറ്റ്മെന്റിന് കാശ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ടാ സമ്മതിച്ചേ. പക്ഷെ എനിക്കെന്തോ സെക്കൻഡ് ആയിട്ട് ഒരു തോട്ടേ വരാൻ പാടില്ല. ഒന്ന് വേണമെങ്കിൽ ഇന്നൊന്ന് നഷ്ടപ്പെട്ടേ പറ്റൂ. അതിന് നീ വേദാന്തിന്റെ അടുത്ത് നിന്ന് ഫിസിക്കൽ ഹറാസ്മെന്റ് ആവുന്നുണ്ട് എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അമ്മായി, അമ്മാവ, പുറത്ത് മീഡിയക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. കാര്യം മനസ്സിലായ വലിയ പ്രശ്നമാവും. ദയവ് ചെയ്ത് നിങ്ങൾ അറിയാവുന്നവരോടൊന്ന് സംസാരിക്കും. പക്ഷെ പറഞ്ഞാൽ കേൾക്കുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് എന്നെ നന്നായിട്ട് അറിയാം മാഡം. ഇപ്പൊ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയില്ലെങ്കിലും നാളെ കോടതി ചെല്ലുമ്പോ Poor girl. അവൻ വേദാന്ത് മേനോന. അവനുള്ള ഇൻഫ്ലുവൻസിന് ഇതിനെയൊക്കെ കോർട്ട് വരെ കൊണ്ടുപോകും. നോ ചാൻസ്. നീ ഇന്നെ തന്നെ വീട് ചേഞ്ച് ചെയ്യും. നിനക്ക് വരാനുള്ള ക്യാഷിന്റെ ബാക്കി എമൗണ്ട് നിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിക്കോളും. ശരി മാഡം. സ്വാതി, അല്ല നമ്മളെന്താ ഇത്ര പെട്ടെന്ന് ഇവിടുന്ന് മാറുന്നേ? എന്താ കാര്യം? അമ്മേ, ഇപ്പൊ എനിക്ക് എല്ലാം പറയാൻ സമയമില്ല. എത്രയും വേഗം പോകാൻ പറ്റുമോ അത്രയും വേഗം ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ. അത്ര ഇപ്പൊ പറയാൻ പറ്റൂ. ശരി, പക്ഷെ നിന്റെ കയ്യിൽ എവിടുന്ന് ഇത്ര പണം കിട്ടി? അമ്മേ പ്ലീസ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കല്ലേ. ഇപ്പൊ അതൊന്നും പറയാനുള്ള അവസ്ഥയിലല്ല.
ഞാൻ പറഞ്ഞതാ വേഗം വേണമെന്ന്. ഇപ്പൊ ആരോ വന്നു. നീ ഒന്ന് സമാധാനിക്ക്. അടുത്തുള്ള ആരെങ്കിലും ആയിരിക്കും. ഞാൻ നോക്കാം. അമ്മ, നിന്റെ ആ പുഴുത്ത നാവ് കൊണ്ട് എന്നെ ഇനി അമ്മ എന്ന് വിളിക്കരുത്. നീ എന്റെ മകളാണെന്ന് പോലും പറയാൻ എനിക്ക് നാണം തോന്നുക. നീ ഇത്രമാത്രം തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യുന്നവളാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. നിന്റെ മുഖം കാണുന്നത് പോലും എനിക്ക് അറപ്പാ. അമ്മ ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. മിണ്ടരുത് എന്നോട്. വിക്കിയെ കല്യാണം കഴിക്കാൻ വേണ്ടി നീയാ ഇതൊക്കെ ചെയ്തെന്ന് ഞാൻ എല്ലാവരോടും പറയും. നോക്കിക്കോ. ഇപ്പൊ തന്നെ പറയും ഞാൻ. അമ്മ ഒരു മിനിറ്റ്. ഇപ്പൊ ഈ അറിഞ്ഞ കാര്യങ്ങൾ ആരോടേലും പറഞ്ഞു അടുത്ത നിമിഷം ഞാൻ സൂയിസൈഡ് ചെയ്തിരിക്കും. ഇതൊക്കെ ചെയ്തത് നീയാണോ സ്വാതി? അമൂല്യ മാഡം, നിങ്ങൾ ജോലി വേണം, അച്ഛൻ അസുഖമാണ്, വീട് നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ജോലി അന്വേഷിച്ചു വന്നപ്പോ ജോലി തന്നത് ആരാ നിനക്ക്? അങ്ങനെയുള്ള ഒരാൾക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെയാ പറ്റിയത് സ്വാതി? അദ്ദേഹം കുറച്ച് സ്ട്രിക്റ്റ് ആണ്, മുൻകോപിയാണ്. 3-4 ദിവസം സ്ട്രിക്റ്റ് ആയിട്ട് ജോലി ചെയ്യിപ്പിച്ചു എന്നതൊഴിച്ചാ അദ്ദേഹം നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടാക്കിയേ? വേറെ ഏത് കമ്പനിയെക്കാളും കൂടുതൽ സാലറി തരുന്നില്ലേ നിങ്ങൾക്ക്? ജോബ് സെക്യൂരിറ്റി ഇവിടത്തെക്കാളും വേറെ എവിടെയും കിട്ടില്ല. ഒരു ബോസ് ആയിട്ട് നമുക്ക് എല്ലാം ചെയ്തു തരുന്നില്ലേ? ഇത് നിനക്കും അറിയാം. അറിഞ്ഞിട്ട് നീ എന്തിനാ ഇങ്ങനൊരു കള്ളം പറഞ്ഞത് സ്വാതി? ദയവ് ഇതെന്നെ വിട്ടേക്ക് മാഡം, എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അമ്മേ വന്നേ. സ്വാതി, 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 ഞാൻ പറയുന്നൊന്ന് കേക്ക്. സ്വാതി, ഒരു മിനിറ്റ്. ഒരു കള്ളത്തിന് സത്യത്തെ മറച്ചു വെക്കാൻ പറ്റും, പക്ഷെ ആ കള്ളത്തിന് ഒരിക്കലും സത്യത്തെ മാറ്റാൻ പറ്റില്ല സ്വാതി. സ്വാതി, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. സത്യത്തെ മറച്ചു വെക്കാൻ ആർക്കും പറ്റില്ല. അങ്ങനെ നീ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നീ ആ സത്യത്തിൽ നിന്ന് ഒളിച്ചോടുവാന്നാ. സ്വാതി, നീ ഒന്ന് നിക്ക്. നീ എങ്ങനെയെങ്കിലും ആ കംപ്ലൈന്റ് തിരിച്ചെടുത്തില്ലെങ്കിൽ ഇതുകൊണ്ട് നീ രക്ഷപ്പെടുന്നു വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. സ്വാതി, സ്വാതി ഒന്ന് നിക്ക്. സ്വാതി, സ്വാതി, സ്വാതി. നോക്ക്, ഇതെന്റെ റിക്വസ്റ്റ് ആണ്. എന്റെ മകനെ പുറത്തിറക്കണം. അവനെ എനിക്ക് ആവശ്യമുണ്ട്. അവനെ ഒരിടത്തേക്കും പോവില്ല. അന്ന് ഞാൻ നിങ്ങളുടെ ലേഡീസ് ക്ലബ്ബിൽ വന്നപ്പോ കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരില്ലായിരുന്നു സുഹാസിനി മാഡം. നിങ്ങളിപ്പോ റിക്വസ്റ്റ് ചെയ്തെന്ന് കരുതി അത് നടക്കുന്ന വിചാരം? കഴിഞ്ഞുപോയി ഏതോ കാര്യത്തിന് വേണ്ടി ഈ കാര്യം കണക്ട് ചെയ്യാൻ നോക്കണ്ട. എന്റെ മകൻ ആ തെറ്റ് ചെയ്യില്ല. കാശുണ്ടെന്നുള്ള അഹങ്കാരം എല്ലായിടത്തും നടക്കില്ല സുഹാസിനി മാഡം. നിങ്ങളോടൊപ്പം ഉള്ളവർക്ക് ചിലപ്പോൾ നിങ്ങൾ ബോസ് ആയിരിക്കാം, പക്ഷെ ഇതേ പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ ഞാൻ വെറും ബോസല്ല, കിങ് ആണ്. നിങ്ങളെ പോലുള്ളവരെ പെടുത്താൻ വേണ്ടി തന്നെയാണ് ദൈവം എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നത്, അറിയോ? വേദാന്ത്, വേദാന്ത് വേണ്ട മോനെ, വിട്. ചേട്ടാ, എന്നെ തന്നെ എന്ത് വേണേലും ചെയ്തോ, എന്റെ വീട്ടുകാർ വെറുതെ വിട്ടേക്ക്.
ഇനി ആര് തന്നെ വന്നാലും എന്ത് തന്നെ സംഭവിച്ചാലും ആര് വന്നാലും പുറത്തു വിടരുതവനെ. പറഞ്ഞത് കേട്ടല്ലോ. സ്വാതി, എന്റെ സംശയം സത്യമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇല്ല മാഡം, അത് കള്ളമാണ്. കള്ളമാണെങ്കിൽ നീ ഇങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നു. ആരെങ്കിലും നമ്മളെക്കുറിച്ച് ആവശ്യമില്ലാത്ത കള്ളങ്ങൾ പറഞ്ഞാൽ നമ്മൾ അതിനെ മുഴുവനായിട്ട് ഒഴിവാക്കി പ്രതികരിക്കാതെ വിട്ടിട്ട് എനിക്കിതൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ എന്തായാലും ഒളിച്ചോടാൻ ശ്രമിക്കില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. ചേച്ചി, നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. വെറുതെ എന്തിനാ? ദിതി, സ്വാതി ഒരു നല്ല കുട്ടിയാണെന്ന് എനിക്ക് നന്നായി അറിയാം. നോക്കു സ്വാതി, ഇതിന്ന് എന്ത് ലാഭം നിനക്ക് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നീ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ദയവ് ഇതിനെ വിട്ടേക്ക്. ശരി, നിന്നെ വിട്ടേക്കാം. പക്ഷേ ഒരേ ഒരു ചോദ്യത്തിന് നീ ഉത്തരം തന്നേ പറ്റൂ. നിയമങ്ങൾ എപ്പോഴും നിലനിൽക്കുന്നത് അന്യായം നടക്കാതിരിക്കാനാ. പക്ഷെ നമ്മൾ അതിനെ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നത് എപ്പോഴും തെറ്റാ. ഇതെല്ലാം എന്റെ അടുത്ത് പറയുന്നത് എന്തിനാ മാഡം? നോക്കൂ സ്വാതി, ഏത് പെൺകുട്ടിയെ കുറിച്ചും ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ വരുമ്പോ അതിൽ എത്ര സത്യമുണ്ട്, എന്തൊക്കെയാണ് എന്നതിനേക്കാളും ഒക്കെ കൂടുതൽ എപ്പോഴും കെട്ടുകഥകൾ മാത്രമായിരിക്കും. ആ കുട്ടി ന്യായത്തിന് വേണ്ടി പോരാടിയതുകൊണ്ട് ആ കുട്ടിക്ക് ഒരിക്കലും തല പൊക്കി നടക്കാൻ പറ്റാതെ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെയല്ലേ സ്വാതി പുരുഷന്മാരുടെ കാര്യവും? ഒരു തെറ്റും ചെയ്യാത്ത ഒരു പയ്യനെ കുറിച്ച് അവൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു കംപ്ലൈന്റ് കൊടുത്ത, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാകുമ്പോ, സോഷ്യൽ മീഡിയ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഈ കാലത്ത് ആ വ്യക്തിയുടെ ജീവിതം പിന്നെ എന്താവെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ന്യായം എല്ലാവർക്കും ഒരുപോലെയല്ലേ സ്വാതി? ഒരു തെറ്റും ചെയ്യാതെ ആരും ശിക്ഷ അനുഭവിക്കാൻ പാടില്ല എന്നല്ലേ? അങ്ങനെയുള്ളപ്പോ നിനക്ക് നല്ലത് മാത്രം ചെയ്ത ഒരാളെ കുറിച്ച് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഒക്കെ കൊടുക്കുന്നത് തെറ്റല്ലേ? നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരേണ്ട ആവശ്യമില്ല മാഡം എനിക്ക്. ഓട്ടോ സ്വാതി, നിക്ക്. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അതെ സ്വാതി, ഒന്ന് ഞങ്ങൾ പറയുന്നത് കേക്ക്. ഒരു മിനിറ്റ് സ്വാതി. നോക്കൂ മാഡം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പീഡന കേസായതുകൊണ്ട് ഇത് വളരെ സ്ട്രോങ് ആണ്. നമ്മുടെ പേരിലുള്ള ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞാൽ മാത്രം നമ്മൾ സേഫ് ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ കോർട്ടിൽ പോയി നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും. അതെങ്ങനെ ചെയ്യാന്? അറ്റ്ലീസ്റ്റ് കംപ്ലൈന്റ് കൊടുത്തത് ആരാണെന്ന് പോലും മനസ്സിലാകുന്നില്ലല്ലോ. അർജുൻ, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ ഇറങ്ങുക. സാർ, ഇവരെയൊക്കെ ഒന്ന് പുറത്താക്കണ്ടേ? എടോ, താനെന്തിനാ വെറുതെ ടെൻഷൻ എടുക്കുന്നേ? സ്റ്റേഷനിലിരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ.